ഇന്നൊരു ബീഫ് ബിരിയാണി വെച്ചാലോ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തേക്കെങ്ങും പോകണ്ടല്ലോ, ഇന്ന് അവധിയാണ്. അപ്പം അതുകൊണ്ട് ജോലി എളുപ്പമാണ്. ഈ ഒരു ഐറ്റം വെച്ചാൽ മതിയല്ലോ, 100 കറി വെക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു ബീഫ് ബിരിയാണി വെക്കാമെന്ന് കരുതി. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണല്ലോ ബീഫ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞങ്ങളിവിടെ ഇപ്പം 4 പേരേ ഉള്ളൂ. 4 പേർ കൂടെ ഏകദേശം ഒരു 3/4 കിലോ അരി എടുത്ത്, 3/4 കിലോ അരിയും അതുപോലെ 1.25 കിലോ വരുന്ന ബീഫുമാണ് ചെയ്തത്. എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത് എല്ലാവർക്കും കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. നല്ല രുചിയായിരുന്നു കേട്ടോ. കഴിച്ചവരാരും കുറ്റം പറഞ്ഞില്ല. പിന്നെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം നെയ്യ് കൊടുക്കുക. അത് ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടി അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, അതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള അരിഞ്ഞത്, അതുപോലെ തക്കാളി, ഇതെല്ലാം ഇട്ട് ഇങ്ങനെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കും. എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ അളവും ഞാൻ പറഞ്ഞേക്കാം. ആദ്യം ആ തക്കാളിയും കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴാണ് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 4 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ മസാല ഒരു 3 സ്പൂൺ മസാല. ഇതിൻ്റെ ബീഫിൻ്റെ മസാല വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാലയാണ്. അതുമൊക്കെ ചേർത്തിട്ട് ഒന്ന് ചിക്കി റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന ബീഫില്ലേ അത് ഇട്ട് കൊടുക്കണം. എടുത്തു വെച്ച പൊടിയാണിത്. 4 എണ്ണമാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ കുക്കറിലാണ് വയ്ക്കുന്നത്, കാരണം എളുപ്പം ജോലി തീരാൻ വേണ്ടിയിട്ടാണ്. മറ്റേതാകുമ്പോൾ 2 പാത്രത്തിലേക്ക് വേവിച്ചൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. കുക്കറിലാകുമ്പോഴത്തേക്ക് അരി ഒന്ന് സെപ്പറേറ്റ് ഒന്ന് വേവിക്കുക. വെള്ളം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതുപോലെ ഉപ്പും ഒക്കെ ചേർത്ത്. ഉപ്പൊന്നും കൂടരുത്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഉപ്പ് കൂടരുത്. നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർക്കാൻ. ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടി ചേർക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിയാണ്, ഒരു 3/4 കിലോയോളം ഉണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു. അതിനകത്തേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് അതുകൂടെ അതിനകത്തേക്ക് കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ വെള്ളം ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ ആ 3/4 കിലോയ്ക്ക് എത്രയാണോ നമ്മൾ അളന്ന് നോക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ, ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളവും ഒഴിക്കണം. ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ആ അരി ഇട്ട് കൊടുത്തു. അതൊന്ന് വെന്ത് വരുമ്പോൾ വാർത്ത് വേറൊരു ചരുവത്തിലേക്ക് വാങ്ങി വയ്ക്കണം. ഇപ്പോൾ എല്ലാം വീഡിയോ ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വഴറ്റുന്നു. അതിനുശേഷം ഉള്ളി വഴറ്റുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് ദം ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ.